ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ കൂട്ടുകാരെ, ഇന്ന് ജൂൺ 8-ാം തീയതി. നമ്മുടെ 3 ദിവസത്തെ ഒരുക്കത്തിന് ശേഷം നമ്മൾ ഇന്ന് വിമല ഹൃദയ പ്രതിഷ്ഠ പുതുക്കും. അതിനാണല്ലോ നമ്മൾ ഈ ദിവസങ്ങളിലെല്ലാം നമ്മുടെ ഹൃദയത്തെ ഒരുക്കിക്കൊണ്ട് വന്നിരുന്നത്. ഇന്ന് നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? ഇന്ന് നമുക്ക് ആദ്യമേ തന്നെ പരിശുദ്ധ അമ്മയുടെ സുകൃതങ്ങളിൽ 7-ാമത്തെ സുകൃതം ധ്യാനിക്കാം. അനുസരണം എന്ന സുകൃതം. പരിശുദ്ധ ദൈവമാതാവേ, അനുസരണം എന്ന പുണ്യം എൻ്റെ ആത്മാവിൽ സംജാതമാവാനും അത് വളർന്നു വർദ്ധിച്ച് 100 മേനി ഫലം പുറപ്പെടുവിക്കുവാനും എന്നെ സഹായിക്കണമേ. പരിശുദ്ധാത്മാവിനോടുള്ള പ്രാർത്ഥന. പരിശുദ്ധാരൂപിയെ എൻ്റെ ഹൃദയത്തിലേക്ക് വരണമേ, അതിനെ ജ്ഞാനത്താൽ പ്രകാശിപ്പിക്കണമേ. അങ്ങനെ ഞാൻ ദൈവത്തിൻ്റെ കാര്യങ്ങൾ കാണട്ടെ. പരിശുദ്ധാരൂപിയെ എൻ്റെ മനസ്സിലേക്ക് വരണമേ, ഞാൻ ദൈവത്തെപ്പറ്റി അറിയട്ടെ. പരിശുദ്ധാരൂപിയെ എൻ്റെ ആത്മാവിലേക്ക് വരണമേ, അങ്ങനെ ഞാൻ ദൈവത്തിൻ്റേത് മാത്രമായിരിക്കട്ടെ. ഞാൻ ചിന്തിക്കുന്നതും പറയുന്നതും ചെയ്യുന്നതുമെല്ലാം വിശുദ്ധീകരിക്കണമേ. അവയെല്ലാം ദൈവമഹത്വത്തിനായി ഭവിക്കട്ടെ. ആമേൻ. സ്വർഗസ്ഥനായ പിതാവേ, തൃത്വസ്തുതി ചൊല്ലി കാഴ്ചവെക്കാം. പരിശുദ്ധ അമ്മയുടെ 7 സുകൃതങ്ങളെയും നമുക്ക് ധ്യാനിക്കാം. പരിശുദ്ധ മറിയത്തിന് കാഴ്ചവെക്കുന്ന ഒരു ചെറിയ പ്രാർത്ഥനയുണ്ട്. ഓ മറിയമേ, എൻ്റെ ഹൃദയത്തെ അവിടത്തേതുപോലെ രൂപപ്പെടുത്തണമേ. അതിനു ചുറ്റും പുണ്യങ്ങളാൽ അലങ്കൃതമായ വിശുദ്ധിയുടെ ഒരു ഹാരം അണിയിക്കണമേ. അവിടത്തേക്ക് പ്രതിഷ്ഠിക്കപ്പെട്ട എൻ്റെ ഹൃദയം എടുത്ത് പ്രിയ അമ്മേ, ഞാൻ അങ്ങേക്ക് സമർപ്പിച്ച ഒരു കാണിക്കയായി ദൈവപിതാവിന് സമ്മാനിക്കണമേ. ഓ മറിയമേ, ഓരോ ദിവസവും അങ്ങയുടെ ഹൃദയം കൂടുതൽ കൂടുതൽ അറിയപ്പെടാൻ എന്നെ സഹായിക്കണമേ. പ്രിയ കൂട്ടുകാരെ, നമുക്ക് ഇന്നേ ദിവസം വിശുദ്ധ ലൂയിസ് ഡി മോൺഫോർട്ട് നമ്മളോട് പറഞ്ഞതുപോലെ ഈ സമർപ്പണം നമുക്ക് നടത്താം. പുസ്തകമുള്ളവർ അത് നോക്കി പ്രാർത്ഥിച്ച് സമർപ്പണം ചെയ്താൽ മതി. സമർപ്പണം എന്ന് പറഞ്ഞിരിക്കുന്ന ആ പേജിൽ നമ്മുടെ പേര് എഴുതാനായി ഒരു സ്ഥലം ഇട്ടിട്ടുണ്ടല്ലോ, അവിടെ നമ്മുടെ പേരെഴുതി ഒപ്പിടണം. ഓരോ വർഷവും നമ്മൾ അങ്ങനെ പേരെഴുതി ഒപ്പിട്ട് ഇത് പുതുക്കണം. വിശുദ്ധ ലൂയിസ് ഡി മോൺഫോർട്ട് ഈ സമർപ്പണ ദിവസത്തിൽ എന്തൊക്കെ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്? പുസ്തകമില്ലാത്തവർക്ക് വേണ്ടി ഞാനിത് എല്ലാം വായിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഓഡിയോ മെസ്സേജ് ഓൺ ചെയ്ത് ഇട്ടാൽ തന്നെ ഈ സമർപ്പണം കേട്ട് ധ്യാനിച്ച് പുതുക്കാമല്ലോ. 3-ാമത്തെ ആഴ്ചയുടെ അവസാനം കുമ്പസാരിക്കണം, വിശുദ്ധ കുർബാന സ്വീകരിക്കണം എന്നാണ് വിശുദ്ധൻ പറഞ്ഞിട്ടുള്ളത്. നമ്മളിപ്പോൾ 3 ദിവസത്തെ ഒരുക്കമാണ് നടത്തിയത്. അപ്പോൾ അതിൻ്റെ അവസാനം, അതായത് ഇന്ന് മാതാവിൻ്റെ വിമല ഹൃദയ തിരുനാൾ തിരുസഭ ആഘോഷിക്കുന്ന ഈ ദിവസം നമുക്കറിയാമല്ലോ, സഭ എന്ത് ആഘോഷിക്കുന്നു, സഭ ഏത് തീയതി തിരഞ്ഞെടുക്കുന്നു, അതേ ഡേറ്റിൽ സ്വർഗവും ആ തിരുനാളുകൾ ആഘോഷിക്കും. കാരണം നമ്മുടെ സഭ പരിശുദ്ധാത്മാവിനാൽ പണിയപ്പെട്ടതാണ്. അത് കർത്താവിൻ്റെ സഭയാണ്. അപ്പോൾ സഭാ തലവന്മാരുടെ നിർദ്ദേശമനുസരിച്ച് എന്നാണോ ഈ തിരുനാൾ ആഘോഷിക്കുന്നത്, അന്ന് സ്വർഗത്തിലും വിമല ഹൃദയ തിരുനാൾ ആഘോഷിക്കുന്നുണ്ട് എന്നോർക്കാം. അപ്പോൾ ഇന്ന് സ്വർഗവാസികളെല്ലാവരും മാതാവിൻ്റെ വിമല ഹൃദയ തിരുനാൾ ആഘോഷിക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ടതാണ് ഇന്ന് കുമ്പസാരിക്കണം, വിശുദ്ധ കുർബാന സ്വീകരിക്കണം. എല്ലാവർക്കും ഇത് സാധിച്ചു എന്ന് വരില്ല. അപ്പോൾ ഇതിന് ശേഷം കുമ്പസാരിക്കുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്ത് നമുക്ക് ഈ സമർപ്പണം പുതുക്കാം. അതുപോലെ മറിയത്തിൻ്റെ കരങ്ങളിൽ തങ്ങളെ തന്നെ ഈശോയ്ക്ക് സ്നേഹ അടിമകളാകാൻ എന്ന ലക്ഷ്യത്തോടെ വേണം ഇത് നിർവഹിക്കുവാൻ. മറിയത്തിൻ്റെ കരങ്ങളിൽ നമ്മളായിരിക്കുന്നു. ഈശോയ്ക്ക് സ്നേഹ അടിമകളാകാനാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. വിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് വിശുദ്ധൻ പറഞ്ഞു തന്നിട്ടുണ്ട്. വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നതിനേക്കാൾ മുൻപ് നമുക്ക് ദൈവത്തിന് മുമ്പിൽ അഗാധമായ എളിമ പാലിക്കണം.
സ്വാർത്ഥ സ്നേഹം നിന്റെ കളങ്കിതമായ ആത്മാവിനെയും മനോഭാവത്തെയും എത്ര തന്നെ നല്ലതെന്ന് തോന്നിപ്പിച്ചാലും അവയെ പരിത്യജിക്കണം. വത്സലനാഥേ, ഞാനും എനിക്കുള്ളവയെല്ലാം നിൻ്റേതാണ് എന്ന് പറഞ്ഞ് സമർപ്പണം നവീകരിക്കുക. സ്നേഹപൂർണയായ ഈ മാതാവിനോട് പ്രാർത്ഥിക്കുക, അമ്മേ, അവിടുത്തെ ഹൃദയം എനിക്ക് കടം തരണമേ. അങ്ങനെ അവിടുത്തെ തിരുസുതനെ അമ്മയുടെ മനോഭാവത്തോടെ അവളുടെ സ്വന്തമെന്നോണം അവിടെ സ്വീകരിക്കുവാൻ എനിക്ക് കഴിയട്ടെ. ഈശോ പാപപങ്കിലവും ചപലവുമായ നിന്റെ ഹൃദയത്തിൽ എഴുന്നള്ളി വരുന്നെങ്കിൽ അത് തീർച്ചയായും അവിടുത്തെ മഹത്വത്തെ കുറയ്ക്കും. ഒരു പക്ഷേ നിനക്ക് അവിടുന്ന് നഷ്ടമാവുകയും ചെയ്യുമെന്ന് മറിയത്തോട് ഉണർത്തിക്കുക. എന്നാൽ തൻ്റെ ദിവ്യസുതനെ സ്വീകരിക്കുവാൻ മറിയം നിന്റെ ഹൃദയത്തിൽ വരികയും വസിക്കുകയും ചെയ്യുമെങ്കിൽ അവൾക്ക് അവിടുത്തെ യഥായോഗ്യം സ്വീകരിക്കാൻ കഴിയും. എല്ലാ ഹൃദയങ്ങളുടെയും മേൽ പരമാധികാരമുള്ളതുകൊണ്ട് അവൾക്ക് നിന്നിൽ വസിക്കുകയും ചെയ്യാം. മാത്രമല്ല, അവൾ സ്വീകരിക്കുന്നുവെങ്കിൽ ഈശോ നമുക്ക് നഷ്ടപ്പെടുകയില്ല. അവൾ വേണ്ട വിധത്തിൽ അവിടുത്തെ സ്വീകരിക്കും. അവഗണിക്കപ്പെടുത്തിയെന്നോ അപകീർത്തിപ്പെടുത്തിയെന്നോ കളങ്കപ്പെടുത്തിയെന്നോ ഒന്നും നമുക്ക് ഭയപ്പെടാനില്ലതാനും. ആ നഗരത്തിൽ ദൈവം വസിക്കുന്നു, അതിന് ഇളക്കം തട്ടുകയില്ല. സങ്കീർത്തനം 45:6. നീ അവൾക്ക് സമർപ്പിച്ചിട്ടുള്ള നിന്റെ സ്വന്തമായതെല്ലാം വളരെ കുറച്ച് മാത്രമേ അവളെ മഹത്വപ്പെടുത്തുകയുള്ളൂ. എന്നാൽ നീ വിശ്വാസപൂർവ്വം അവളോട് പറയുക, നിത്യപിതാവ് അവൾക്ക് നൽകിയ അതേ സമ്മാനമായ യേശുവിനെ തന്നെ വിശുദ്ധ കുർബാന സ്വീകരണം വഴി അവൾക്ക് നൽകുവാൻ നീ ആഗ്രഹിക്കുന്നു എന്ന് അവളെ അറിയിക്കുക. അങ്ങനെ ലോകസമ്പത്തുകളെല്ലാം നൽകിയാൽ എന്നതിനേക്കാൾ അവളെ മഹത്വപ്പെടുത്തുവാൻ നിനക്ക് സാധിക്കും. അഴുക്ക് നിറഞ്ഞതും ദരിദ്രവുമായ കാലിത്തൊഴുത്തിൽ ഈശോ സന്തോഷപൂർവ്വം പിറക്കുവാൻ കാരണം മറിയം അവിടെ ഉണ്ടായതുകൊണ്ടാണ്. അതുകൊണ്ട് മറിയത്തെ അത്യധികം സ്നേഹിക്കുന്ന ഈശോ കാലിത്തൊഴുത്തിനേക്കാൾ മലിനവും ദരിദ്രവുമായ നിന്റെ ഹൃദയത്തിലാണെങ്കിലും അവളിൽ ആനന്ദിക്കുവാനും വിശ്രമിക്കുവാനും ആഗ്രഹിക്കുന്നു എന്ന് അവളോട് പറയുക. അവളുടെ ഹൃദയം നിനക്ക് തരുവാൻ സ്നേഹപൂർണമായ ഈ വാക്കുകളിലൂടെ യാചിക്കുക. ഓ മറിയമേ, എൻ്റെ എല്ലാമായി നിന്നെ ഞാൻ സ്വീകരിക്കുന്നു, നിൻ്റെ ഹൃദയം എനിക്ക് തരൂ. വിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ പറയണം, നാഥ, അങ്ങ് എൻ്റെ വസതിയിൽ വസിക്കുവാൻ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല എന്ന് 3 പ്രാവശ്യം ചൊല്ലുക. പിന്നെ ആദ്യം നിത്യപിതാവിനെ സംബോധന ചെയ്യണം. നമ്മൾ കാണിച്ച എല്ലാ നന്ദിഹീനതയ്ക്കും നമ്മൾ പരിഹാരം ചെയ്യണം. എന്നിട്ട് പറയണം, അവിടുത്തെ ഏകജാതനെ സ്വീകരിക്കാൻ എനിക്ക് യോഗ്യതയില്ല. എന്നാൽ ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞ അവിടുത്തെ ദാസിയായ മറിയമാണ് ഇപ്പോൾ നിൻ്റെ പ്രാതിനിധ്യം വഹിക്കുകയും അവിടുത്തെ ദിവ്യപ്രഭാവത്തിൽ പ്രത്യാശയും ശരണവും അർപ്പിക്കുവാൻ നിനക്ക് പ്രചോദനം അരുളുകയും ചെയ്യുന്നതെന്നും അവിടുത്തെ ഉണർത്തിക്കണം. ചുരുക്കി പറഞ്ഞാൽ, ഈശോയെ സ്വീകരിക്കാൻ നമുക്ക് യോഗ്യതയില്ല എന്ന് ഏറ്റേറ്റു പറഞ്ഞ് മറിയത്തെ വിളിച്ചു നിർത്തി പരിശുദ്ധ അമ്മ സ്വീകരിക്കണം ഈശോയെ, എന്നിട്ടതിൻ്റെ കൃപകൾ നമുക്ക് തന്നാൽ മതി എന്ന് പറയണം. ദിവ്യകാരുണ്യ സ്വീകരണത്തിന് ശേഷം കണ്ണുകളടച്ച് ആന്തരിക ഏകാന്തത പുലർത്തി ഈശോയെ മറിയത്തിൻ്റെ ഹൃദയത്തിൽ പ്രവേശിപ്പിക്കണം. ഈശോയെ അവിടുത്തെ മാതാവിന് സമർപ്പിക്കണം. സ്നേഹത്തോടെ അവൾ അവിടുത്തെ സ്വീകരിക്കും. ബഹുമാന്യമായ ഒരു സ്ഥലത്ത് അവിടുത്തെ ഇരുത്തും. താണു വീണ് ആരാധിക്കും. അകമഴിഞ്ഞ് സ്നേഹിക്കും. ഗാഢമായി ആശ്ലേഷിക്കും. കൂരിരുട്ടിലായിരിക്കുന്ന നമുക്ക് അജ്ഞാതമായ ആരാധന ആത്മാവിലും സത്യത്തിലും അവൾ അവിടത്തേക്ക് നൽകും. പ്രിയ കൂട്ടുകാരെ, ചുരുക്കി പറഞ്ഞാൽ, ദിവ്യകാരുണ്യം സ്വീകരിക്കുമ്പോൾ എപ്പോഴും പരിശുദ്ധ മറിയത്തെ ക്ഷണിക്കുക. നമ്മുടെ ഹൃദയത്തിൽ അമ്മ വന്ന് നിന്നാൽ, അമ്മ ഈശോയെ സ്വീകരിച്ചാൽ നമുക്ക് പിന്നെ ചാവുദോഷമുണ്ടാകില്ല. അമ്മ വേണ്ടവണ്ണം ഈശോയെ ആരാധിച്ച്, അമ്മ ഈശോയെ ബഹുമാനിച്ച് നമ്മുടെ ഹൃദയത്തിൽ ഈശോയെ ഇരുത്തിക്കൊള്ളും. ഇത് നമ്മൾ ഒരിക്കലും മറക്കരുത്. ഇനി നമുക്ക് സമർപ്പണത്തിനായിട്ട് ഒരുങ്ങി പ്രാർത്ഥന ചൊല്ലാം. സമർപ്പണ പ്രാർത്ഥന.
നമുക്ക് ഓർക്കാം, ലൂയിസ് ഡി മോൺഫോർട്ട് എന്ന വിശുദ്ധൻ 33 ദിവസത്തെ ഒരുക്കമാണ് ആദ്യം പറഞ്ഞിരിക്കുന്നത്. ആദ്യത്തെ 12 ദിവസങ്ങളിൽ ലോകത്തെ ഉപേക്ഷിക്കാൻ പഠിക്കണം. പിന്നെയുള്ള 3 ആഴ്ചകളിൽ ഒന്നാമത്തെ ആഴ്ചയിൽ ആത്മജ്ഞാനത്തിന് ലഭിക്കാനായിട്ട് നമ്മുടെ പാപങ്ങളെക്കുറിച്ച് പശ്ചാത്തപിക്കാൻ. അടുത്ത രണ്ടാമത്തെ ആഴ്ചയിൽ നമ്മൾ ചെയ്യുന്നത് പരിശുദ്ധ കന്യകയെക്കുറിച്ചുള്ള അറിവ് ലഭിക്കാൻ. മൂന്നാമത്തെ ആഴ്ചയിൽ ഈശോയെക്കുറിച്ചുള്ള അറിവ്. അങ്ങനെയാണ് ഈ 33 ദിവസം ക്രമീകരിച്ചിരിക്കുന്നത്. പിന്നീട് പുതുക്കുമ്പോൾ 3 ദിവസത്തെ ഒരുക്കത്തിൽ നമുക്ക് പുതുക്കാം. അതാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. സമർപ്പണത്തിൻ്റെ അന്ന് നമുക്ക് വിശുദ്ധ കുർബാന സ്വീകരിക്കണം, വിശുദ്ധ കുമ്പസാരം സ്വീകരിച്ചുകൊണ്ട്. എന്നിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെയെല്ലാം ധ്യാനിച്ച് പരിശുദ്ധ അമ്മയെ നമ്മുടെ ഹൃദയത്തിലേക്ക് ക്ഷണിച്ചു വരുത്തണം. എന്നിട്ട് നമുക്ക് ഈ സമർപ്പണ പ്രാർത്ഥന ചൊല്ലാം. വിശുദ്ധ ലൂയിസ് ഡി മോൺഫോർട്ട് നിർദ്ദേശിക്കുന്നത് നമ്മൾ വിശുദ്ധ കുർബാന സ്വീകരിച്ച ശേഷം സമർപ്പണ വാചകങ്ങൾ ചൊല്ലണം. അതായത് പരിശുദ്ധ കുർബാന കഴിഞ്ഞാൽ അത് എഴുതുകയോ ആരെക്കൊണ്ടെങ്കിലും എഴുതിക്കുകയോ അല്ലെങ്കിൽ അച്ചടിച്ച് ഒന്ന് സമ്പാദിക്കുകയോ വേണം ഈ സമർപ്പണ പ്രാർത്ഥന. സമർപ്പണം നടത്തുന്ന ദിവസം അതിൽ ഒപ്പുവെക്കണമെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അതേ ദിവസം യേശുക്രിസ്തുവിനും പരിശുദ്ധ അമ്മയ്ക്കും എന്തെങ്കിലും സമർപ്പിക്കുന്നത് നല്ലതാണ്. പഴയ കാലത്ത് ജ്ഞാനസ്നാനവ്രതങ്ങൾക്ക് വരുത്തിയ അവിശ്വസ്തതകൾക്ക് പരിഹാരമായും ഈശോയ്ക്കും മറിയത്തിനും തങ്ങളുടെ മേലുള്ള അധികാരത്തെയും തങ്ങളുടെ ആശ്രയഭാവത്തെയും ദ്യോതിപ്പിക്കാനാണ് ഇത്. ഓരോരുത്തരുടെയും ഭക്തിക്കും കഴിവിനും അനുസൃതമായിരിക്കും ഈ സമർപ്പണം. ഉപവാസമോ സ്വയം പരിത്യാഗമോ ദാനധർമ്മമോ മെഴുകുതിരിയോ എന്തെങ്കിലും ആകാം. ഒരു മുട്ടുസൂചിയാണുള്ളതെങ്കിലും പ്രശ്നമില്ല, നല്ല ഹൃദയത്തോടെ നൽകിയാൽ മതി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ സാധിക്കുമെങ്കിൽ ഈ വർഷം പുതുക്കിയ അതേ ദിവസം തന്നെ, അതേ തിരുനാളിന് തന്നെ അടുത്ത വർഷം പുതുക്കിയാൽ നല്ലത് എന്നാണ് പറയുന്നത്. ഇനിയിപ്പോൾ അങ്ങനെ കഴിഞ്ഞില്ലെങ്കിലും മാതാവിൻ്റെ ഏതെങ്കിലും തിരുനാൾ ദിവസമെങ്കിലും നമുക്കത് പുതുക്കണം. അത് പ്രത്യേകം പറയുന്നുണ്ട്. ഏതെങ്കിലും ഒരു മാതാവിൻ്റെ തിരുനാൾ ദിവസത്തിൽ പുതുക്കുന്നത് ഇഷ്ടമായിരിക്കും. അപ്പോൾ ഈ വർഷത്തിലൊരിക്കൽ ഈ സമർപ്പണം നമ്മൾ നവീകരിക്കുമ്പോൾ 3 ആഴ്ചക്കാലത്തെ അനുഷ്ഠാനങ്ങൾ ആവർത്തിക്കാൻ കഴിയുന്നവർക്ക് അങ്ങനെ ചെയ്യാം. അല്ലാത്തവർക്ക് 3 ദിവസം കൊണ്ട് ഒരുങ്ങി ഇത് പുതുക്കാം. അപ്പോഴും ഈ ഒപ്പിടുന്ന പ്രക്രിയ നിർബന്ധമാണ്. കാരണം അത് ഒരു കരാറ് പോലെയാണല്ലോ. പിന്നെ പറയുന്നത്, ഈ സമർപ്പണം പുതുക്കേണ്ടത്, ഓ എൻ്റെ മാധുര്യവാനായ ഈശോ, അങ്ങയുടെ അമ്മയായ മറിയത്തിലൂടെ ഞാൻ മുഴുവനും അങ്ങയുടേതാണ്, എനിക്കുള്ളതെല്ലാം അങ്ങയുടേതത്രേ, ആമേൻ എന്ന് പറയണം. ഇനി നമുക്ക് സമർപ്പണ പ്രാർത്ഥന ചൊല്ലാം. ഈശോയ്ക്ക് മറിയത്തിൻ്റെ കരങ്ങൾ വഴിയുള്ള സമർപ്പണം. നിത്യനും മനുഷ്യനായി പിറന്നവനുമായ ജ്ഞാനമേ, ഏറ്റവും മാധുര്യവാനും ആരാധ്യനുമായ ഈശോ, യഥാർത്ഥ ദൈവവും യഥാർത്ഥ മനുഷ്യനുമായവന്, പിതാവിൻ്റെയും നിത്യകന്യകാ മറിയത്തിൻ്റെയും ഏകസുത, നിത്യതയിൽ പിതാവിൻ്റെ വക്ഷസ്സിലും പ്രതാപങ്ങളിലും അങ്ങയെ ഞാൻ ആരാധിക്കുന്നു. മനുഷ്യാവതാര വേളയിൽ അവിടത്തേക്ക് അങ്ങേയറ്റം അനുരൂപയായ മറിയത്തിൻ്റെ വിശുദ്ധ ഉദരത്തിലും അങ്ങയെ ഞാൻ താണുവീണ് ആരാധിക്കുന്നു. പിശാചിൻ്റെ നിഷ്ഠൂരമായ അടിമത്തത്തിൽ നിന്ന് എന്നെ രക്ഷിക്കാൻ വേണ്ടി സ്വയം ശൂന്യനാക്കി അടിമയെപ്പോലെ ആയ നാഥ, അങ്ങേക്ക് ഞാൻ നന്ദി പറയുന്നു. മറിയം വഴി എന്നെ അങ്ങയുടെ വിശ്വസ്ത ദാസിയാക്കുവാൻ വേണ്ടി അവിടുത്തെ പരിശുദ്ധ മാതാവിനെ എല്ലാ കാര്യങ്ങളിലും കീഴ്പ്പെടുവാൻ ഇഷ്ടപ്പെട്ട അങ്ങയെ ഞാൻ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. എന്നാൽ കഷ്ടം ഭാഗ്യഹീനനും നന്ദിഹീനനും അവിശ്വസ്തനുമായ ഞാൻ മാമോദീസായിൽ പരസ്യമായ അങ്ങയോട് ചെയ്ത ദൃഢപ്രതിജ്ഞകൾ പാലിച്ചില്ല. എൻ്റെ കർത്തവ്യങ്ങൾ ഞാൻ നിർവഹിച്ചില്ല. അങ്ങയുടെ സുതൻ എന്നല്ല, അടിമയെന്നുപോലും വിളിക്കപ്പെടാൻ ഞാൻ യോഗ്യയല്ല. അവിടുത്തെ കോപവും തിരസ്കരണവും അർഹിക്കാത്ത ഒന്നുപോലും എന്നിലില്ല.
ആകയാൽ പരമപരിശുദ്ധനും മഹത്വപൂർണനുമായ അവിടുത്തെ പക്കൽ വരുവാൻ എനിക്ക് ധൈര്യമില്ല. അതുകൊണ്ട് അവിടുത്തെ ഏറ്റവും പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം ഞാൻ അപേക്ഷിക്കുന്നു. മറിയത്തെയാണല്ലോ അവിടുന്ന് ഞങ്ങൾക്ക് മധ്യസ്ഥയായി തന്നിട്ടുള്ളത്. ഈ നാഥയിലൂടെ മനസ്താപവും പാപമോചനവും അങ്ങയിൽ നിന്ന് ലഭിക്കുമെന്ന് ഞാൻ പ്രത്യാശിക്കുന്നു. അതുപോലെ തന്നെ ജ്ഞാനസമ്പാദനവും അതിൻ്റെ സൂക്ഷിപ്പും ഞാൻ പ്രതീക്ഷിക്കുന്നു. അമലോത്ഭവയായ മറിയമേ, ജീവനുള്ള ദൈവത്തിൻ്റെ സജീവ ആലയമേ, സ്വസ്തി. അങ്ങിൽ നിത്യജ്ഞാനം വസിക്കുവാനും മാലാഖമാരാലും മനുഷ്യരാലും ആരാധിക്കപ്പെടുവാനും ഇടയായല്ലോ. ഭൂസ്വർഗങ്ങളുടെ രാജ്ഞി, സ്വസ്തി. ദൈവത്തിൻ്റെ അധികാര സീമയിലുള്ളവ നിനക്ക് അധീനമാണല്ലോ. പാപികളുടെ സങ്കേതമേ, സ്വസ്തി. അങ്ങയുടെ കരുണ ആർക്കാണ് ലഭിക്കാതെ പോവുക? ദൈവിക ജ്ഞാനം ലഭിക്കുവാനുള്ള എൻ്റെ ആഗ്രഹം ഞാനിതാ സമർപ്പിക്കുന്നു. അതിനായി എൻ്റെ ഇല്ലായ്മയുടെ അഗാധത്തിൽ നിന്നുള്ള എൻ്റെ സമർപ്പണവും പ്രതിജ്ഞകളും അവിടുന്ന് ദയാപൂർവം സ്വീകരിക്കണമേ. ഞാൻ ആലീസ് ഫ്രാൻസിസ്, അവിശ്വസ്തമായ ഒരു പാപി, മാമോദീസായിൽ ചെയ്ത പ്രതിജ്ഞകളെ ഇന്ന് നവീകരിക്കുകയും സ്ഥിരീകരിക്കുകയും ചെയ്യുന്നു. പിശാചിനെയും അവൻ്റെ ആഡംബരങ്ങളെയും പ്രവർത്തനങ്ങളെയും ഞാൻ എന്നേക്കുമായി പരിത്യജിക്കുന്നു. ജീവിതത്തിൽ എല്ലാ ദിവസവും എൻ്റെ കുരിശ് വഹിച്ചുകൊണ്ട് ഈശോയെ പിന്തുടരുവാനും ഇനിമേൽ അവിടത്തോട് കൂടുതൽ വിശ്വസ്തനായിരിക്കുവാനും വേണ്ടി ഞാൻ എന്നെ തന്നെ പൂർണ്ണമായി ഈശോയ്ക്ക് സമർപ്പിക്കുന്നു. ഓ മറിയമേ, സ്വർഗനിവാസികളെല്ലാവരുടെയും സാന്നിധ്യത്തിൽ ഇന്നേ ദിവസം എൻ്റെ മാതാവും നാഥയുമായി അങ്ങയെ ഞാൻ സ്വീകരിക്കുന്നു. അങ്ങയുടെ അടിമയായി എന്നെ തന്നെ സമർപ്പിക്കുകയും പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു. എൻ്റെ ആത്മാവും ശരീരവും ആന്തരികവും ബാഹ്യവുമായ എല്ലാ വസ്തുക്കളും എൻ്റെ എല്ലാ നല്ല പ്രവൃത്തികളുടെ യോഗ്യതകളും കഴിഞ്ഞതും ഇപ്പോഴുള്ളതും വരാനിരിക്കുന്നതും ഒന്നും മാറ്റിവെക്കാതെ എല്ലാം ഞാൻ അങ്ങേക്ക് സമർപ്പിക്കുന്നു. എൻ്റെയും എനിക്കുള്ളവയുടെയും മേൽ പരിപൂർണമായ അധികാര അവകാശങ്ങൾ ഞാൻ അങ്ങേക്ക് നൽകുന്നു. സമയത്തിലും നിത്യതയിലും ദൈവമഹത്വത്തിനു വേണ്ടി അങ്ങേ ഇഷ്ടം പോലെ അവയെ വിനിയോഗിച്ചാലും. കരുണാനിധിയായ കന്യകെ, അങ്ങേ മാതൃത്വത്തോട് നിത്യജ്ഞാനം പ്രകടിപ്പിച്ച വിധേയത്വത്തോട് യോജിച്ച് ആ വിധേയത്വത്തിൻ്റെ സ്തുതിക്കായി എൻ്റെ അടിമത്തത്തിൻ്റെ ഈ ചെറിയ സമർപ്പണത്തെ അങ്ങ് സ്വീകരിക്കണമേ. അതിനിസ്സാരനും വലിയ പാപിയുമായ എൻ്റെ മേൽ നിങ്ങൾക്കിരുവർക്കുമുള്ള അധികാരത്തിന് എൻ്റെ അർച്ചനയായും പരിശുദ്ധ തൃത്വം അങ്ങേമേൽ വർഷിച്ച നിരവധിയായ അനുഗ്രഹങ്ങൾക്ക് കൃതജ്ഞതയായും ഇത് സ്വീകരിച്ചാലും. ഇനിമേൽ എന്നും യഥാർത്ഥ അടിമയെപ്പോലെ അങ്ങയെ ബഹുമാനിക്കുവാനും എല്ലാ കാര്യങ്ങളിലും അങ്ങയെ അനുസരിക്കുവാനും ആഗ്രഹിക്കുന്നുവെന്ന് ഞാനിതാ പ്രഖ്യാപിക്കുന്നു. ഓ അതുല്യയായ മാതാവേ, അങ്ങേ പ്രിയസുതന് നിത്യ അടിമയായി എന്നെ സമർപ്പിക്കണമേ. അങ്ങുവഴി അവിടുന്ന് എന്നെ രക്ഷിച്ചതുപോലെ അങ്ങുവഴി അവിടുന്ന് എന്നെ സ്വീകരിക്കുകയും ചെയ്യട്ടെ. ഓ കരുണയുടെ മാതാവേ, യഥാർത്ഥമായ ദൈവീക ജ്ഞാനം ലഭിക്കുവാൻ തക്ക സഹായം എനിക്ക് നൽകണമേ. ഇതിനായി മക്കളെയും അടിമകളെയും പോലെ അങ്ങ് സ്നേഹിക്കുകയും പഠിപ്പിക്കുകയും തീറ്റിപ്പോറ്റുകയും സംരക്ഷിക്കുകയും നയിക്കുകയും ചെയ്യുന്നവരുടെ ഗണത്തിൽ എന്നെയും ചേർക്കണമേ. ഓ വിശ്വസ്തയായ കന്യകെ, എന്നെ അങ്ങയുടെ സുതനും മാംസം ധരിച്ച ജ്ഞാനവുമായ ഈശോ മിശിഹായുടെ യഥാർത്ഥ ശിഷ്യനും അനുയായിയും അടിമയുമാക്കണമേ. അങ്ങനെ അങ്ങയുടെ മാധ്യസ്ഥവും മാതൃകയും വഴി ഭൂമിയിലെ അവിടുത്തെ പൂർണ്ണതയും സ്വർഗത്തിലെ അവിടുത്തെ മഹത്വവും എനിക്ക് ലഭിക്കുമാറാകട്ടെ. ആമേൻ. പരിശുദ്ധ കന്യകാമറിയത്തിന് ഒരു ചെറു കിരീടം സമർപ്പിക്കുന്ന ഒരു ഭക്താഭ്യാസമുണ്ട്. വിശുദ്ധ ജോസഫ് കലസാന്തിയൂസും വിശുദ്ധ ജോൺ ബർക്കുമാൻസും മറ്റു പല വിശുദ്ധരും ഈ ഭക്താഭ്യാസം നടത്താറുണ്ട്. ഇത് 3 സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന പ്രാർത്ഥനയും 12 നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥനയും ഷോർട്ടായിട്ട് ചൊല്ലി നമുക്ക് ഒരു ചെറുകിരീടം സമർപ്പിക്കാം. ഇതിന് വിശദമായൊരു പ്രാർത്ഥനകളുണ്ട് കേട്ടോ. പക്ഷേ എന്നും നമുക്കൊരു കിരീടം മാതാവിന് വയ്ക്കണമെങ്കിൽ 3 സ്വർഗസ്ഥനായ പിതാവ് ചൊല്ലുക,
12 നന്മ നിറഞ്ഞ മറിയമേ ചൊല്ലുക, എന്നിട്ട് മാതാവേ ഇത് ചെറുകിരീടമായി സ്വീകരിക്കണമേ എന്ന് പറഞ്ഞാൽ നമുക്കൊരു കിരീടം മാതാവിന് വയ്ക്കാവുന്നതാണ്. മിസ്റ്റർ ലൂയിസ് ഡി മോൺഫോർട്ട് ഒന്നുകൂടി ആകർഷകമാക്കാൻ വേണ്ടി ഈ പ്രാർത്ഥനകളുടെ ഇടയിൽ ഓ പരിശുദ്ധ കന്യകാമറിയമേ ആനന്ദിച്ചാലും 1000 പ്രാവശ്യം ആനന്ദിച്ചാലും എന്ന പ്രാർത്ഥനയും കൂടി കൂട്ടിച്ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമുക്ക് മാതാവിന് സമർപ്പണം ചെയ്തതിന് ശേഷം ഞാൻ എൻ്റെ പേര് വായിച്ച ആ സ്ഥലത്ത് നിങ്ങളുടെ പേര് വായിച്ച് അവിടെ ഒരു സൈൻ ചെയ്യണം. അത് വളരെയേറെ അത്ഭുതകരമായ ഫലങ്ങൾ ഉണ്ടാകുന്നതാണ് ഈ ഒപ്പുവെക്കുന്ന ഒരു ഭക്തകൃത്യം. എന്നിട്ട് മാതാവിൻ്റെ നാമത്തിലുള്ള ഏതെങ്കിലും പള്ളികളിൽ പോയി അല്ലെങ്കിൽ ഇടവക പള്ളിയിൽ പോയി ഈ സമർപ്പണം പുതുക്കി അവിടെ വെച്ച് ഒപ്പിട്ട് നമുക്കിത് മാതാവിനെ ഏൽപ്പിക്കാം. അങ്ങനെ പോകുമ്പോൾ എന്തെങ്കിലും കാഴ്ച കൊടുക്കണമെന്നാണ് വിശുദ്ധൻ പറഞ്ഞിരിക്കുന്നത്. അതായത് നമ്മെ തന്നെ സമർപ്പിക്കുന്നതിൻ്റെ പ്രതീകമാണ് ഇത്. അമ്മ മാതാവ് 2 പ്രാവുകളെയൊക്കെ കാഴ്ച കൊടുത്ത് നമ്മൾക്ക് അറിയാമല്ലോ. അതുപോലെ നമ്മുടെ കയ്യിലുള്ളത് എന്താണെങ്കിലും ആ ദേവാലയത്തിൽ പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ കാഴ്ച വയ്ക്കണം. അങ്ങനെ നമ്മൾ ഗ്യാരണ്ടി പേപ്പറിൽ ഒപ്പിടണം. പുസ്തകമില്ലാത്തവർ ഒരു വെള്ള പേപ്പർ എടുത്ത് പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിന് ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞ് ഈ വർഷവും ഇന്നത്തെ ഡേറ്റും ഒക്കെ എഴുതി അവിടെ ഒരു ഒപ്പിട്ട് വയ്ക്കാം. അത് ആ പേജിൻ്റെ അവസാനത്തിൽ ഒപ്പിട്ടാൽ മതി. പേജിൻ്റെ മുകൾ ഭാഗത്ത് ഈ സമർപ്പണം ഇതിൽ നിന്നും എടുത്ത് എഴുതി വെച്ച് അത് നമുക്ക് സൂക്ഷിക്കാം. ഒരു ഡയറിയിൽ എഴുതി വെച്ചാൽ നല്ലത്. ഇനി എല്ലാ വർഷവും നമുക്ക് പുതുക്കണമല്ലോ. അപ്പോൾ നമുക്കും അറിയാം ഇത് എത്രാം വർഷമാണ് തുടങ്ങിയത് എന്നൊക്കെ. ഞാൻ ഈ യഥാർത്ഥ മരിയ ഭക്തി എന്ന് പറയുന്ന പുസ്തകത്തിൻ്റെ പിന്നിലെ സമർപ്പണം എന്ന് പറഞ്ഞ ആ ജപത്തിൻ്റെ സൈഡിലുള്ള സ്ഥലത്ത് എല്ലാ വർഷവും ഒപ്പിടും. വേളാങ്കണ്ണിയിൽ പോയിട്ടാണ് ചെയ്യാറ്. കൊറോണ വന്നപ്പോൾ ഞങ്ങളുടെ ഇടവകപ്പള്ളിയിൽ പോയി ചെയ്തു. ഇന്ന് ഞാൻ എവിടെയാണ് പോവുക എന്ന് എനിക്കറിഞ്ഞുകൂടാ. ചിലപ്പോൾ വീട്ടിൽ തന്നെ ഇരുന്ന് പ്രതിഷ്ഠ പുതുക്കും, ഈ സമർപ്പണം പുതുക്കും. അതെല്ലാം മാതാവ് നിശ്ചയിക്കുന്നത് പോലെ ചെയ്യും. ഈ സമർപ്പണം കഴിഞ്ഞാൽ നമ്മുടെ വിമല ഹൃദയ പ്രതിഷ്ഠ പുതുക്കുന്ന ആ ശുശ്രൂഷ കഴിയുകയാണ്. പ്രിയ കൂട്ടുകാരെ, വിശുദ്ധ കുർബാന സ്വീകരണത്തിന് മുമ്പ് എന്ത് ചെയ്യണം, എങ്ങനെ പ്രാർത്ഥിക്കണം, അത് വളരെ ഗൗരവമായി നമ്മൾ ഓർത്തിരിക്കേണ്ടതാണ്. മരണം വരെ അങ്ങനെയേ സ്വീകരിക്കാവൂ. അമ്മയെ ആദ്യം വിളിച്ച് അമ്മയെക്കൊണ്ട് സ്വീകരിപ്പിക്കുക. അപ്പം നമുക്ക് പ്രശ്നമില്ല. അല്ലെങ്കിൽ ഓരോ വിശുദ്ധ കുർബാന സ്വീകരണവും ഓരോ ചാവുദോഷമായി മാറുമല്ലോ എന്നാണ് എനിക്ക് പേടിയായിരുന്നത്. ഈ പുസ്തകം വായിച്ചതിൽ പിന്നെ സമാധാനമാണ്. എപ്പോഴും വിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ അമ്മയെ വിളിക്കും, അമ്മ വന്ന് സ്വീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കും. ഇങ്ങനെ പ്രാർത്ഥിച്ച് ഞാൻ വിശുദ്ധ കുർബാന സ്വീകരിച്ചപ്പോൾ ഒരു അത്ഭുതകരമായ കാര്യം എനിക്ക് ഇടവകപ്പള്ളിയിൽ വെച്ചുണ്ടായി. ഒരു ദിവസം ഞാൻ ഇങ്ങനെ വിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു നിൽക്കും. അങ്ങനെ തിരിഞ്ഞു നിന്ന് ആണ് അച്ഛൻ അന്നൊക്കെ വിശുദ്ധ കുർബാന കൊണ്ടുവരാറ്. അപ്പം ഞാനിങ്ങനെ തിരിഞ്ഞു നിന്നപ്പോൾ ഞാൻ അൾത്താരയുടെ മുമ്പിൽ അൾത്താരയിലേക്ക് ഫേസ് ചെയ്തിട്ടും ബാക്കിയുള്ള വരിക്കാർ എന്നെ ഫേസ് ചെയ്തിട്ടും അങ്ങനെയാണല്ലോ മുഖാമുഖം നിൽക്കുക. അപ്പം ഞാനിങ്ങനെ പ്രാർത്ഥിക്കുകയാണ്, മാതാവേ നീ ഇറങ്ങി വന്ന് എൻ്റെ ഹൃദയത്തിൽ വന്ന് നിൽക്കണമേ, വേഗം ഈശോനെ സ്വീകരിക്കണമേ. ഞാൻ യോഗ്യതയുള്ളവളല്ല, അതുകൊണ്ട് ഒരിക്കലും ഞാൻ സ്വീകരിക്കില്ല. നീ സ്വീകരിച്ചിട്ട് ഈശോനെ എൻ്റെ ഹൃദയത്തിൽ ഇരുത്തിയാൽ മതി. നിൻ്റെ ഹൃദയത്തിൽ ഇരുത്തുക, നീ എൻ്റെ ഹൃദയത്തിൽ വന്നിരിക്കുക. അപ്പോൾ പിന്നെ ഈ സ്വീകരണം ഏറ്റവും അർത്ഥമുള്ളതായി തീരും എന്ന് ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പ്രാർത്ഥിച്ച് കുർബാന സ്വീകരണമൊക്കെ കഴിഞ്ഞ് ഞാൻ ഇറങ്ങി കുർബാന കഴിഞ്ഞ് പള്ളിക്ക് പുറത്ത് വന്നപ്പോൾ ഞാൻ ഇടവകയിൽ ഒരു പ്രായം ചെന്നാന്ന് പറയാൻ പറ്റില്ലെങ്കിലും ഒരു 10-60 വയസ്സൊക്കെയുള്ള ഒരു ചേച്ചി അന്ന് എൻ്റെ അടുത്തേക്ക് ഓടി വന്നത് ഞാൻ കുർബാന സ്വീകരണം കഴിഞ്ഞ് ഗേറ്റ് കിടക്കാറായപ്പോഴാണ്. ഈ ചേച്ചി ഓടി വരുന്നുണ്ട്. എന്നിട്ട് പറഞ്ഞു, മോളെ നിൽക്കുക അവിടെ എന്ന് പറഞ്ഞു. എന്താണ് ചേച്ചി എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, എവിടേക്കാണ് നീ മാഞ്ഞു പോയത് എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ മാഞ്ഞു പോവേ,
ചേച്ചിക്ക് തോന്നിയതാവും. ഞാൻ പള്ളിയുടെ വാതിൽ കടന്ന് ഞാൻ ഇറങ്ങി, ഞാൻ പോകാൻ നോക്കണം, ഞാൻ മാഞ്ഞു പോയിട്ടൊന്നുമില്ല എന്ന് തമാശയ്ക്ക് പറഞ്ഞു. നമ്മളെ ഞാനിന്നൊരു അത്ഭുതകരമായ കാഴ്ച കണ്ട്. ആ ചേച്ചിക്ക് ഇങ്ങനെ ദർശനപരമൊക്കെയുള്ള ചേച്ചിയാണെന്ന് പിന്നീട് ഞാൻ അറിഞ്ഞു. അവർ പറഞ്ഞു, ഇന്ന് കുർബാന സ്വീകരണത്തിൻ്റെ സമയത്തെ ഞാനൊരു അത്ഭുതം കണ്ടു. ഉയരത്തിലുള്ള മാതാവ്, നീല മെലങ്കിയിട്ട മാതാവ് നിൻ്റെ അടുത്ത് വന്ന് നിൽക്കുന്നു എന്ന് പറഞ്ഞു. എന്തൊരു ഉയരമാ മാതാവിന് എന്ന് പറഞ്ഞു. ഞാൻ ഉയരമില്ലാത്ത ആളല്ലേ. അപ്പോൾ എൻ്റെ അടുത്ത് മാതാവ് വന്ന് നിന്നപ്പോൾ മാതാവിന് നല്ല ഉയരമുള്ളതായിട്ട് ആ ചേച്ചിക്ക് തോന്നി കാണും. അങ്ങനെ ആ ചേച്ചി പറഞ്ഞു, മാതാവ് നിൻ്റെ അടുത്ത് നിൽക്കുന്നു, എന്നിട്ട് മാതാവാണല്ലോ കുർബാന സ്വീകരിക്കാനായിട്ട് കൈകൂപ്പി നിൽക്കുന്നത്, ഇതെന്താ ഇങ്ങനെ? ഞാൻ ഈ കാഴ്ച കണ്ടിട്ട് നിന്നോട് പറയാനായി ഓടി വരുമ്പോൾ നിന്നെ കാണാനില്ല, നീ മാഞ്ഞു പോയി എന്ന്. അങ്ങനെയാണ് പറയുന്നത്. ഞാൻ പറഞ്ഞു, ഞാൻ എവിടേക്കും മാഞ്ഞു പോയിട്ടില്ല, എൻ്റെ വൈക്കമ്മ കയറാൻ വേണ്ടി ഞാൻ വന്നതാണ്. ഇത് വർഷങ്ങൾക്ക് മുമ്പുണ്ടായൊരു കാര്യമാണ്. ഞാൻ വിമല ഹൃദയ പ്രതിഷ്ഠ പുതുക്കിയതിൽ പിന്നെ ഉണ്ടായിട്ടുള്ള ഓരോ അനുഭവങ്ങളാണ്. അങ്ങനെ ഈ ചേച്ചി എന്നോട് ചോദിച്ചു, ഇതെന്താ ഇങ്ങനെ, എന്തിനാ മാതാവ് വിശുദ്ധ കുർബാന സ്വീകരിക്കാൻ നിൽക്കുന്നേ എന്നൊക്കെ ചോദിച്ചു. അപ്പം ഞാൻ ഈ കാര്യമൊക്കെ പറഞ്ഞു, ചേച്ചി ഞാൻ ഇങ്ങനെയാണ് പ്രാർത്ഥിക്കാറ്. എനിക്കൊരു അനുഭവം അവിടെ ഉണ്ടായിട്ടില്ല കേട്ടോ. ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു, മാതാവ് ഇവിടെ വന്നിട്ടുണ്ടെന്ന് വിശ്വസിച്ചു. പക്ഷേ ദർശനം കണ്ടത് മുഴുവൻ ആ മറ്റു ചേച്ചിയാണ്. അങ്ങനെ അപ്പോഴെനിക്ക് മനസ്സിലായി, നമ്മൾ വിളിക്കുമ്പോൾ മാതാവ് നമ്മുടെ അടുത്ത് വന്ന് നിൽക്കും. അമ്മ വന്ന് നിന്ന് ഈശോയെ സ്വീകരിക്കും. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കണേ, ഇനി മരണം വരെ പരിശുദ്ധ അമ്മയെ വിളിച്ചു വരുത്തിയിട്ടേ പരിശുദ്ധ കുർബാന സ്വീകരിക്കാനായിട്ട് പാടുള്ളൂ. അത് നമുക്ക് പാപഭാരം കുറയ്ക്കുകയും ചെയ്യും. മാതാവിൻ്റെ വിമല ഹൃദയത്തിൻ്റെ തിരുനാൾ സ്ഥാപിക്കപ്പെട്ടത് 1644 ഈ തിരുനാൾ ആരംഭിച്ചു തുടങ്ങിയത് 1944 മാതാവിൻ്റെ വിമല ഹൃദയത്തിൻ്റെ തിരുനാൾ ആഘോഷിക്കുന്നത് ഈശോയുടെ തിരുഹൃദയ തിരുനാളിൻ്റെ പിറ്റേ ദിവസം, അതായത് ശനിയാഴ്ച. ഈശോയുടെ തിരുഹൃദയത്തിൻ്റെയും മാതാവിൻ്റെ വിമല ഹൃദയത്തിൻ്റെയും തിരുനാൾ സഭയിൽ ആദ്യം ആഘോഷിച്ചത് വിശുദ്ധ ജോൺ യൂഡ്സ് ആണ്. ഫാത്തിമയിലാണ് ദൈവമാതാവ് ഇതിനെക്കുറിച്ച് പറയുന്നത്. ലൂസിക്ക് പ്രത്യക്ഷപ്പെട്ടപ്പോൾ തൻ്റെ വിമല ഹൃദയത്തിനോടുള്ള ഭക്തിയുടെ ആവശ്യകതയാണ് വെളിപ്പെടുത്തിയത്. 12-ാം പിയൂസ് മാർപ്പാപ്പയുടെ സെക്രട്ടറി മറിയത്തിൻ്റെ വിമല ഹൃദയത്തിൻ്റെ ഭക്തി പ്രചരിപ്പിക്കാൻ അഭ്യർത്ഥിച്ചത് 1943 ഏപ്രിൽ മാസത്തിലാണ്. മാതാവിൻ്റെ വിമല ഹൃദയവും ഈശോയുടെ തിരുഹൃദയവും ഒരൊറ്റ കാര്യത്തിൽ വളരെ യോജിപ്പുണ്ട്. 2 ഹൃദയവും കുത്തിത്തുറക്കപ്പെട്ടു. ഈശോയുടെ തിരുഹൃദയം ലൊങ്കിനോസിൻ്റെ കുന്തത്താൽ കുത്തിത്തുറന്നു. മാതാവിൻ്റെ വിമല ഹൃദയം ഈശോ എന്ന വാളിൻ്റെ 7 മുനകളുടെ കുത്തുകൾ വഴി തുറക്കപ്പെട്ടു. മാതാവിൻ്റെ വിമല ഹൃദയത്തോടുള്ള ഭക്ത അഭ്യാസങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. വ്യക്തികളെയും സമൂഹത്തെയും പ്രതിഷ്ഠിക്കണം. വിശുദ്ധ കുർബാന സ്വീകരിച്ചുകൊണ്ട് പ്രതിഷ്ഠ നവീകരിക്കുക. ജപമാലയുടെ ഒരു രഹസ്യം ചൊല്ലിക്കൊണ്ട് 5 മാസാദ്യ ശനിയാഴ്ച ആചരിക്കണം. മാസാദ്യ ശനിയാഴ്ചകൾക്ക് വലിയ പ്രത്യേകതയുണ്ട്. മാസാദ്യ വെള്ളി, മാസാദ്യ ശനി. അങ്ങനെ നോക്കുമ്പോൾ ഇത് മാസാദ്യ ശനിയാഴ്ചയാണ് കേട്ടോ. പിന്നെ ഫാത്തിമയിൽ വെച്ച് അമ്മ പറഞ്ഞതാണ് റഷ്യയുടെ മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ. 1952 റഷ്യയെ മാതാവിൻ്റെ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിച്ച വർഷമാണ്. 1917 സന്ദേശം കൊടുത്തു. 1952 പ്രതിഷ്ഠിക്കുന്നത്. റഷ്യ ഉൾപ്പെടെ ലോകത്തെ മുഴുവനായും മാതാവിൻ്റെ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിച്ചത് 12-ാം പിയൂസ് പാപ്പ ഫാത്തിമ പ്രത്യക്ഷീകരണത്തിൻ്റെ 25-ാം വർഷമായ 1942 മെയ് 13 പിന്നീട് അത് നവീകരിച്ചു.
ഡിസംബർ 8-ന്. വിമലഹൃദയത്തിൻ്റെ തിരുനാൾ സാർവത്രിക സഭയിൽ സ്ഥാപിച്ചത് 1945-ൽ. മാതാവിൻ്റെ വിമലഹൃദയത്തിന് പ്രതിഷ്ഠിക്കപ്പെട്ട കേരളത്തിലെ ഏക കത്തീഡ്രൽ വിജയപുരം വിമലഗിരി കത്തീഡ്രലാണ്. കേരളത്തിൽ വിമലഹൃദയ മാതാവിൻ്റെ പള്ളികൾ പിന്നെയുമുണ്ട്. 1962-ൽ തൃശ്ശൂരിൽ സ്ഥാപിച്ചിട്ടുള്ള പറവട്ടാനിയിലെ വിമലനാഥ ചർച്ച്, പിന്നെ കോതമംഗലത്തുള്ള വിമലഗിരി ചർച്ചും പഴക്കമുള്ള പള്ളികളാണ്. CML സംഘടനക്കാർ അനുദിന പ്രാർത്ഥനയിൽ ചൊല്ലുന്നത് മറിയത്തിൻ്റെ വിമലഹൃദയമേ ഭാരതത്തിന് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്നാണ്. നമുക്കും അങ്ങനെ പ്രാർത്ഥിക്കാം. ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ തിരുനാളിൻ്റെ പിറ്റേ ദിവസം മാതാവിൻ്റെ വിമലഹൃദയ തിരുനാൾ ആചരിക്കാൻ തുടങ്ങിയത് 1969 മുതലാണ്. ഈശോയുടെ തിരുഹൃദയത്തോടും മാതാവിൻ്റെ വിമലഹൃദയത്തോടും പ്രത്യേക സ്നേഹവും ഭക്തിയും പ്രകടമാക്കുന്ന ഒരു സന്യാസ സഭയാണ് ക്ലാരീഷ്യൻ സന്യാസ സഭ. 1936-ൽ സ്പെയിൻ രാജ്യത്ത് ജീവിച്ചിരുന്ന ക്ലാരീഷ്യൻ സന്യാസ സമൂഹത്തിലെ 51 രക്തസാക്ഷികൾ കൊലക്കളത്തിലേക്ക് നയിക്കപ്പെട്ടപ്പോൾ ഉച്ചസ്വരത്തിൽ അവർ വിളിച്ചു പറഞ്ഞ മുദ്രാവാക്യം ഈശോയുടെ തിരുഹൃദയം നീണാൾ വാഴട്ടെ, മാതാവിൻ്റെ വിമലഹൃദയം നീണാൾ വാഴട്ടെ എന്നായിരുന്നു. നമുക്കും ജീവിതകാലം മുഴുവൻ ഈ 2 ഹൃദയങ്ങളെയും വാഴ്ത്തി സ്തുതിക്കാം, അല്ലേ? അറിയാത്തവർക്ക് ഈ ഒരു സംയുക്ത ഹൃദയത്തിൻ്റെ വെളിപ്പെടുത്തലുകൾ നമുക്ക് പറഞ്ഞു കൊടുക്കാം. അങ്ങനെ എല്ലാവരും വിമല ഹൃദയത്തിലേക്ക് പ്രതിഷ്ഠിക്കപ്പെടട്ടെ. ഇന്ന് പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയ തിരുനാൾ ആഘോഷിക്കുമ്പോൾ അമ്മ മാതാവേ, ഈ പാപിയായ എന്നോടൊപ്പം വിമല ഹൃദയ തിരുനാൾ നടത്തുന്ന എല്ലാ മക്കളെയും നിൻ്റെ ഹൃദയത്തിൽ നീ ഇരുത്തണമേ, നിൻ്റെ മേലങ്കി കൊണ്ട് പൊതിയണമേ. അമ്മ മാതാവെ, കാഴ്ചവെക്കാൻ പുണ്യങ്ങളൊന്നുമില്ല. പാപിയായ എനിക്ക് സഹനം മാത്രമേ കാഴ്ചവെക്കാനുള്ളൂ. സഹനബലിയായിട്ട് ഈ ജീവിതം തന്നെ ഞാൻ കാഴ്ചവെക്കുന്നു. പരിശുദ്ധ അമ്മ മാതാവെ, ഈ വിമല ഹൃദയ തിരുനാളിൻ്റെ അന്ന് 1 വർഷക്കാലമായി ഞാൻ അനുഭവിക്കുന്ന എല്ലാ വേദനകളും ഈശോയുടെ അതിവിശുദ്ധമായ വേദനയോട് കൂട്ടിച്ചേർത്ത് പിതാവിന് സമർപ്പിക്കാൻ അമ്മയുടെ കയ്യിൽ വെച്ച് തരുമ്പോൾ ആ വേദനയിൽ ഈ വിമല ഹൃദയ പ്രതിഷ്ഠ പുതുക്കുന്ന എല്ലാ മക്കളെയും അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് കാഴ്ചവെക്കുന്നു. ദൈവമാതാവേ, ഞങ്ങളുടെ എല്ലാം പാപങ്ങൾക്ക് പരിഹാരമായി ഈ കൊച്ചു പരിഹാര ജീവിതം അമ്മ കാഴ്ചയായി എടുക്കണമേ. അതുപോലെ ഈ വിമല ഹൃദയ പ്രതിഷ്ഠ പുതുക്കുന്ന ഓരോ മക്കളും ജീവിതത്തിൽ അനുഭവിച്ച മാനസികവും ശാരീരികവുമായ എല്ലാ വേദനകളും പരിശുദ്ധ അമ്മേ ഇന്നേ ദിവസം കാഴ്ചയായിട്ട് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. അമ്മ ഈ സഹനങ്ങളെല്ലാം ഏറ്റെടുത്ത്, വേദനകളെല്ലാം ഏറ്റെടുത്ത് ഏത് നിയോഗത്തിന് വേണ്ടിയാണോ ഈശോ ആഗ്രഹിക്കുന്നത് അതുപോലെ അമ്മ വിവേകപൂർവ്വം സമർപ്പിക്കുമല്ലോ. മാതാവിൻ്റെ വിമല ഹൃദയ പ്രതിഷ്ഠ നടത്തുന്നവർക്ക് പൂർണ്ണ ദണ്ഡവിമോചനം ലിയോ 13 മാർപ്പാപ്പ കൽപ്പിച്ച് അനുവദിച്ചിട്ടുണ്ട്. നമുക്ക് ഈ ദണ്ഡവിമോചനം ഞങ്ങൾക്ക് നേടിത്തരണമേ എന്ന് മാതാവിനോട് പ്രാർത്ഥിക്കാം. നമ്മുടെ യോഗ്യത അനുസരിച്ചൊന്നും തരാൻ സാധിക്കുകയില്ല. എങ്കിലും ദൈവത്തിൻ്റെ കരുണയുടെ ഫലമായിട്ട് നമുക്ക് എത്രയാണോ ദണ്ഡവിമോചനം കിട്ടുന്നത് ആ ദണ്ഡവിമോചനങ്ങളെല്ലാം ശുദ്ധീകര ആത്മാക്കൾക്ക് വേണ്ടി നമുക്ക് കാഴ്ചവെക്കാം. അമ്മേ മാതാവേ, വിമല ഹൃദയത്തിൻ നാഥേ, തിരുഹൃദയത്തിൻ വഴികാട്ടിയായവളേ, നിൻ ഹൃദയത്തിൽ ഇരിപ്പിടം തരുമോ അമ്മേ.
കത്തിജ്വലിക്കുന്നു സ്നേഹം മൂലം നിൻ ഹൃദയം അമ്മേ. കത്തിജ്വലിക്കുന്നു സ്നേഹം മൂലം നിൻ ഹൃദയം അമ്മേ. ദാസിയാമെൻ ഹൃദയത്തിൽ ആ തിരി കൊളുത്തിടണേ. ദാസിയാമെൻ ഹൃദയത്തിൽ ആ തിരി കൊളുത്തിടണേ. അമ്മേ മാതാവേ വിമല ഹൃദയത്തിൻ നാഥേ, തിരുഹൃദയത്തിൻ വഴികാട്ടിയായവളേ, നിൻ ഹൃദയത്തിൽ ഇരിപ്പിടം തരുമോ അമ്മേ. എന്നും കെടാതെ സൂക്ഷിക്കാൻ എന്നെ നിൻ വിമല ഹൃദയത്തിൽ ഇരുത്തേണമേ അമ്മേ. നിന്മേലങ്കി കൊണ്ട് പൊതിയണമേ അമ്മേ. എന്നും കെടാതെ സൂക്ഷിക്കാൻ എന്നെ നിൻ വിമല ഹൃദയത്തിൽ ഇരുത്തേണമേ അമ്മേ. നിന്മേലങ്കി കൊണ്ട് പൊതിയേണമേ അമ്മേ. മാതാവേ വിമല ഹൃദയത്തിൻ നാഥേ, അമ്മേ ഞാനെന്നും നിന്നടിമ, ഞാനെന്നും തിരുഹൃദയത്തിനടിമ. അമ്മേ ഞാനെന്നും നിന്നടിമ, ഞാനെന്നും തിരുഹൃദയത്തിനടിമ. സ്വീകരിക്കണേ സമർപ്പണം അമ്മേ, യോഗ്യത ഇല്ലെങ്കിലും അമ്മേ, യോഗ്യത ഇല്ലെങ്കിലും.